ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതൊരു രാവിലെ നമ്മൾ ചായ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ചായ കുടിയെല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് അടുക്കളയൊന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണല്ലോ നമ്മൾ അടുത്ത പണിക്കായിട്ട് പോവുക. അപ്പോൾ അതിൽ തട്ടെല്ലാം ഒന്ന് തുടക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഞാൻ വെള്ളം കൂടി തീരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത ഒരു ട്രിക്കാണ് ഇത്. കുപ്പിയിൽ വെള്ളം അവിടെ എടുത്ത് വെക്കുക. അതായത് അടുക്കളയിൽ തന്നെ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുപ്പി കാണുമ്പോൾ വെള്ളം കുടിക്കാൻ തോന്നും. അല്ലെങ്കിൽ ജഗ്ഗിലേനും എടുത്ത് വെക്കല്. പക്ഷേ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് പോയാലല്ലേ അത് കുടിക്കാൻ തോന്നും. ഇതിപ്പോൾ അടുക്കളയിൽ കുപ്പി ഇടക്കിടക്ക് കാണുമ്പോൾ ആ വെള്ളം കുടിച്ചില്ലല്ലോ എന്നങ്ങനെ ഓർമ്മിച്ചിട്ട് വെള്ളം കുടിക്കുക. അതിന് വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ള ആ ഒരു ട്രിക്കാട്ടോ, അത് വിജയിക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം അളവിന് വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ആ ട്രിക്കൊന്ന് പരീക്ഷിച്ചു കേട്ടോ. നമ്മൾ അടുക്കളയിലാണെങ്കിൽ എപ്പോൾ നിൽക്കുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഉപ്പിൽ വെള്ളം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്പാടി ഒന്ന് വന്നിട്ട് എന്തോ പലഹാരം എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത് ഇടക്കിടക്കുള്ള പരിപാടിയാണ്. ഇത് വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോൾ ആ പാത്രം തുറന്ന് നോക്കുക, തിന്നുക, ഇതന്നെ. അതുകൊണ്ട് വീട്ടിലുള്ള സമയത്ത് ബേക്കറി പാട്ട കാലിയാകുന്നത് അറിയില്ല. അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തട്ടെല്ലാം ഒന്ന് തുടച്ച് കഴിഞ്ഞപാടെ അപ്പാടെ ആടെയും കൂടെ ഒന്ന് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അന്ന് നമ്മളെ ചെടീൻ്റെ ചട്ടി കാണുന്നത്. ചെടിച്ചട്ടി വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി. ഈ ചെടിച്ചട്ടി വാങ്ങിയിട്ട് 2-3 ആഴ്ചയായി. ഇതുവരെ ഇതിൻ്റെ അകത്ത് ചെടി നടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ചെടി നട്ടിരിക്കും. എപ്പോൾ വിചാരിക്കും നാളെയാകാം. ഇത് നാളെ നീളായിട്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതിൽ ചെടി നട്ടിരിക്കും. അപ്പോൾ ചെടി നടാത്തതിൻ്റെ മെയിൻ കാരണം വീഡിയോ എടുത്തു തരാൻ ആളില്ല, അതാണേ. അപ്പോൾ ഇന്ന് ഞാനിത് കുറച്ച് ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. അതുകൊണ്ട് അമ്പാടി ഉണ്ടല്ലോ, അതുകൊണ്ട് വേഗം അടിച്ച് വാരി പണികളെല്ലാം ഒന്ന് വേഗം തീർത്തിട്ട് വേണം ചോറും കറിയെല്ലാം ആയതിന് ശേഷം വേണം ചെടി നടാൻ നിൽക്കാൻ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ രാവിലെ തന്നെ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലത്തെ ചോറും കറിയെല്ലാം ആകാനെല്ലാം താമസിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേഗം പണികളെല്ലാം ഒരുക്കുക, എന്നിട്ട് ചോറും കറിയെല്ലാം ആയതിന് ശേഷം നമുക്ക് ചെടി നടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് വേഗം ആക്കി എന്താ വേണ്ട ഒരു മാതിരി കാട്ടിക്കൂട്ടലെന്ന് പറയാം, അങ്ങനെ ആക്കാൻ പറ്റില്ല. എനിക്ക് കുറേ നമ്മളിപ്പം നട്ടിട്ട് പിടിച്ച് വന്ന ചെടികളുണ്ട്, അതായത് വേര് പിടിച്ച് വരുന്നത്, അതെല്ലാം അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ പറിച്ച് നടണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ചെടികളാണ് പറിച്ച് നടാൻ വേണ്ടിയിട്ട് ചട്ടി കൊണ്ടേ വെച്ചതാണ്. കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു നമ്മൾ വീട്ടിൽ പോയ സമയത്ത് ഒരു ഉത്സവത്തിന് പോയേരം വാങ്ങിക്കൊണ്ടെന്നെയാണ് ചട്ടി. അപ്പം ഇപ്പം അന്ന് നടാനൊരു മുഹൂർത്തം. ഇന്ന് എന്തായാലും നട്ടേ അടങ്ങുമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഞാൻ. അപ്പോൾ ചോറിൻ്റെ വെള്ളമെല്ലാം അവിടെ വെക്കുന്നതാണ്. ചോറിൻ്റെ വെള്ളം അവിടെ അടുപ്പിൽ വെച്ചതിന് ശേഷം കറീൻ്റെ പരിപാടിക്ക് ഇപ്പുറത്തേക്ക് വന്നിട്ടാണുള്ളത്. ചോറിൻ്റെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അത് വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കറീൻ്റെ പരിപാടി നോക്കാം. ഞാൻ നെരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങയുണ്ട്, കുറച്ച് പയറുണ്ട്, ചെറിയൊരു മത്തങ്ങയാണ് ഇതേ ഉള്ളൂ. അതുകൊണ്ട് ഇതും കൊണ്ട് ഞാനൊരു എരിശ്ശേരി ആക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പയർ പൊതിർക്കാൻ മറന്നുപോയി. മമ്പയർ പൊതിർക്കണ്ടേ, ഞാൻ പൊതിർക്കാൻ മറന്നുപോയി. അപ്പോൾ ഒന്ന് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുക്കറിലിട്ട് എടുക്കാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇത് വറുത്തെടുക്കാം. കുറച്ചും കൂടെ വേണേലും മമ്പയർ കുറച്ചും കൂടെ വേണം. ഒരു ചെറിയ കഷ്ണേ കിട്ടിയിട്ടുള്ളൂ. കുറച്ചും കൂടെ വലുതുവാണെങ്കിൽ പിന്നെ അത്ര മതി. ഇവരെല്ലാം ദേവൂട്ടിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ദേവൂട്ടി അങ്ങ് പോയിട്ടാണത്. അമ്പാടിയല്ലോ ഇന്ന്. ഇവരെല്ലാം കറിയെല്ലാം അത്രയും വേണ്ടി വരിക്കല്ല. നമ്മുടെ പയർ ചൂടായിട്ടുണ്ട്, കുറച്ചും കൂടെ ആവട്ടെ. നമ്മുടെ പയർ ഇതായിട്ടുണ്ട് കേട്ടോ. പയർ ഇതായിട്ടുണ്ട്. ഇത്രയും അധികം തോന്നുന്നല്ലേ. ഞാനിങ്ങനെ വറുത്തിട്ടൊന്നും ആക്കിയിട്ടില്ല. വറുത്തിട്ടൊന്ന് ആക്കി നോക്കട്ടെ. പയർ പുതുക്കാൻ മറന്നു പോയോണ്ട് വറുത്തിട്ടൊന്ന് ആക്കി നോക്കണം. ഇതിൽ നിൽക്കട്ടെ. ഇനി ഇതിനെ കഴുകിയിട്ട് കുക്കറിലിടാം. കുക്കർ എടുത്തിട്ടെ. വറുത്തായിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം കഴുകിയിട്ടില്ലാതെ കൊണ്ടൊന്ന് കഴുകിയെടുക്കേ. മഞ്ഞളും ഉപ്പും കുറച്ച് മുളകും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയിട്ടല്ല, വേവിച്ചെടുക്കാം. 3-4 വിസിൽ വേണ്ടി വരും അല്ലേ. അത് കഴിഞ്ഞ് അത് വെന്തതിന് ശേഷം ഒരു 4 വിസിലടിച്ച് നമുക്ക് വെന്തോ നോക്കാം കേട്ടോ. ഇത് പൊതിർക്കാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പൊതിർക്കാണ്ട് വറുത്തിട്ടാക്കിയതുകൊണ്ട് എത്ര വിസിൽ വേണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ
അതിന് ശേഷം മത്തങ്ങയിലിട്ടിട്ട് വേവിക്കാം. ചോറിൻ്റെ വെള്ളം ചൂടായിട്ടുണ്ടാവും, അരി ഇടാനായി. ഈ മത്തങ്ങയുടെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞു. അപ്പോൾ ഇതൊന്ന് കുരുവെല്ലാം കളഞ്ഞൊന്ന് മുറിച്ചെടുത്തിട്ട് ഇതെല്ലാം വേഗം കഴിച്ചിട്ട് വേണം എനിക്ക് ചെടി നടാൻ. ഞാൻ പറഞ്ഞില്ലേ ചെടിച്ചട്ടി വാങ്ങി കൊണ്ടുവച്ചിട്ട് നാളെ കുറേ ആയി. ഇന്നലെയും കൂടെ ചോദിച്ചിട്ടേ ഉള്ളൂ ഈ ചെടിച്ചട്ടി എന്തിനു വാങ്ങിയത്. അതുകൊണ്ട് വേഗം ചോറും കറി ആക്കിയിട്ട് വേണം ഇതിൻ്റെ പണി നോക്കാൻ. ഒന്നാമത് ഇത് നടാൻ കൂട്ടാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടുമ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചു തരാൻ ഒരു നമ്മുടെ ട്രൈപ്പോഡ് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണൂലല്ലോ. അതുകൊണ്ട് ഇത് പിടിച്ചു തരാൻ വീഡിയോ പിടിക്കാൻ ആൾ വേണ്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു പോയത്. എൻ്റെ ബോഗൺവില്ലയെല്ലാം ഒരു വിസിലെ അന്ന് ബോഗൺവില്ല വഴിയാക്കുമ്പോൾ പറിച്ച് അങ്ങോട്ട് വെച്ചിട്ട് അത് ബാക്കിയായി ഒന്നും ഉണങ്ങിപ്പോയിനെ. ബാക്കി 2-3 എണ്ണം അവിടെ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ചട്ടിയിലാക്കണം. അവിടെയെല്ലാം വെറും തണലാണ്. അപ്പോൾ അത് ചട്ടിയിലാക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് മാറ്റി. അത് വേഗം ആ പരിപാടി നോക്കണം. മത്തങ്ങയുടെ കുരു എടുത്ത് വെച്ചിട്ട് പാകാൻ തോന്നല്ലേ. എവിടെയെങ്കിലും പഴുത്തതാ, നല്ല മൂത്ത കുരുവാണ്. ഇത് കഴുകി എടുത്ത് വെക്കാം നമുക്ക്. അവിടെ ചാടിയാൽ ചിലപ്പോൾ പൊടിച്ച് വന്നു. കുക്കറിൻ്റെ വിസിലെല്ലാം വന്ന് നമ്മളെ വമ്പയർ അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മത്തങ്ങ തോല് കളഞ്ഞ് കുരുവും തോലെല്ലാം കളഞ്ഞ് അതിന് അതിൻ്റെ അകത്തേക്ക് തന്നെ മുറിച്ചിടാമെന്ന് വിചാരിച്ചു. അത് ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട് ചെറുപയറും പോട്ടെ നമ്മളെ മമ്പയർ. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ അതങ്ങോട്ട് മുറിച്ചിട്ടിട്ട് ഒരു 2 വിസിലും കൂടി അടിച്ചിന് കേട്ടോ. പിന്നെ ഇതിലേക്ക് അരക്കാൻ വേണ്ട അതാ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, അതെല്ലാം കൂടി ഒന്ന് ഒതുക്കി ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് അരച്ച് ഇതിപ്പം കറി ആക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല. പക്ഷേ ഇത് ഇങ്ങനെയല്ല, എല്ലായിടയ്ക്കും കുറച്ച് ടൈറ്റായിട്ടല്ലേ ഉണ്ടാവുക. പക്ഷേ ഞാൻ വേറെ കറിയില്ല, ഇതും വറവ് മാത്രമേ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ചാറാക്കി എടുത്തത്, അതായത് കുറച്ചൊരു ലൂസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ടൈറ്റിലാണേ വേണ്ടത്. അപ്പോൾ അതവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തത് വറവ് ഇത് നമ്മളെ ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കർമൂസ് ഉണ്ട്. ഞാൻ ഇന്നലെ കർമൂസ് വെച്ചതിൻ്റെ ഒരു കഷ്ണം ഞാൻ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് വലിയൊരു കർമൂസിനെ അതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എല്ലാം കൂടി ആകട്ടെ, നമ്മളെ വിറ്റാമിൻസ് എല്ലാം ചേരട്ടെ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ അതും കൂടി ഇട്ടിന്. അപ്പം സംഭവം ഇതെല്ലാം നമ്മൾ പച്ചക്ക് തിന്നുന്ന സാധനമാണ്. ഫുൾ നല്ലൊരു 10 വേവേ ആവുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നല്ല ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് എല്ലാം ഒരു കളറിലാണ് ഉള്ളത്. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അമ്പാടിയും ശ്രീയാനും കൂടെ മണ്ണ് അവിടെ നമ്മളെ റോഡ് കുറച്ചൊരു ഇതായിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മണ്ണിടാൻ വേണ്ടിയിട്ട് പോകുന്നതിനും ആ സമയത്ത് ഞാൻ വേഗം എൻ്റെ ചെടിച്ചട്ടി എടുത്ത് വന്ന് നോക്കുമ്പോൾ അതിന് ഇത് പിന്നെ ഒരു ഹോൾസ് ഉണ്ടാവുമല്ലോ, ഒരു 6 എണ്ണാറ്റുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് കുത്തി കുറച്ച് ഇതായി വലുതാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം അല്ലെങ്കിൽ കെട്ടി നിൽക്കൂലേ, അതുകൊണ്ട് ആ പ്ലാസ്റ്റിക് എല്ലാം അങ്ങ് അടത്തി കളഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്പാടിനെ ഞാൻ കുറച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് കരിയില ഇടാൻ വേണ്ടിയിട്ട്, ചപ്പെടുക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുള്ളത്. എല്ലാത്തിൻ്റെ അടിയിൽ കുറേശ്ശെ ചപ്പിട്ടിട്ട് വന്നു പറഞ്ഞിട്ട് ഓനെ കൊടുത്തുവിട്ട 3 എണ്ണം മാത്രം എടുത്തിട്ട് വന്നു. ഇനി അമ്മ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ പണിത്തിരക്കിലായതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പോയിട്ട് എടുക്കേണ്ടി വന്ന്. അപ്പോൾ കുറച്ച് കരിയില അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം വെള്ളം അങ്ങനെ ഇറങ്ങാണ്ട് കട്ടയായിട്ട് നിൽക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അടിയിൽ കരിയില ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ ഈ മണ്ണ്, നല്ല ഇളകിയ മണ്ണ്, നമ്മൾ അന്ന് അവിടെ വഴിയാക്കുമ്പോൾ എടുത്തിട്ട മണ്ണാണ് ഇത്, നല്ല മണ്ണാണ്. അപ്പോൾ അത് എല്ലാത്തിലും അങ്ങ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അതിലേക്ക് ഇപ്പം ഞാൻ കൊണ്ടേ വെച്ച അതിൻ്റെ അകത്തേക്ക് ഞാൻ മണ്ണ് കോരിയിടലാന്ന്. അപ്പോൾ അമ്പാടി ആ സമയം കൊണ്ട് വേഗം കൈക്കോട്ട് കൊണ്ടാ, അവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് കൈക്കോട്ടിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കലാന്ന്. ഞാൻ പറഞ്ഞാൽ അവിടെ നിൽക്ക്, ഈ പണി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കാത്തു നിൽക്കലാന്ന്. എന്നിട്ട് ആ ബക്കറ്റ് അങ്ങ് കൊണ്ടാക്കാൻ പറഞ്ഞിട്ട്, ബക്കറ്റും പോട്ടെ നമ്മളെ ചെടിച്ചട്ടി കൊണ്ടേ വെക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇത് അർജൻറ്റാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈക്കോട്ടും വാങ്ങിയിട്ട് പോകുന്നതാണേ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എല്ലാം കൂടെ പൊറുക്കി എടുത്ത് വെച്ച്, അപ്പോൾ ഓരോ ചട്ടിയിൽ പകുതിയാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി വെക്കുക ചെയ്തത്. കാരണം ഇത് നമ്മൾ ചെടി നടുമ്പം എങ്ങനെയായാലും അതിൻ്റെ ഉള്ളിലത്തെ മണ്ണ് ഇങ്ങോട്ട് എടുക്കുമല്ലോ. കുറേ മണ്ണ് കളഞ്ഞിട്ടാണല്ലോ നമുക്ക് നടേണ്ടത്. അപ്പോൾ അങ്ങനെ എളുപ്പത്തിന് ഞാൻ ഇടുന്ന എല്ലാ ചെടിച്ചട്ടിയും അവിടെ നമ്മളൊരു കളയുണ്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടാന്നുള്ളത്. സ്റ്റെപ്പ് കിട്ടിയത് കേട്ടോ, സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്പ് കിട്ടിയതാണേ, അവിടെ കൊണ്ടുവച്ച്. പിന്നെ അവിടെ നിന്നെല്ലാം ഓരോന്നായി പൊറുക്കിയിട്ട് അങ്ങ് ഈ ഒരു ഭാഗത്ത് മാത്രമേ എനിക്ക് കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലമുള്ളൂ. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് അവിടെ വണ്ടി അങ്ങ് നിർത്തിയിടുന്നതുകൊണ്ട് ഞാൻ ആദ്യം പൂന്തോട്ടമാക്കാന്നെല്ലാം പറഞ്ഞ് ഇറങ്ങി തിരിച്ച ഞാനാന്നേ.
ആടെ ഇപ്പം വണ്ടി കൊണ്ടുപോയി വെച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ ചെടി നടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ കുറച്ച് വെയിലുള്ളത്. അപ്പം നമ്മളെ ബോഗൺവില്ലയെല്ലാം ഇതൊരു ബോഗൺവില്ല ഞാൻ വേര് പിടിപ്പിച്ചതാണ്. ഇത് കുറേ ആയി അതിൻ്റെ അകത്ത് ഇപ്പം ചെറിയൊരു തണ്ട് കൊണ്ടു വെച്ചതാണ്. അതിപ്പം വലിയൊരു ചെടിയായി. അപ്പോൾ വേരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ചെറിയൊരു പാക്കറ്റിലാണ് നട്ടത്. അതിങ്ങോട്ടേക്ക് മാറ്റി നടലാന്ന്. അപ്പോൾ ഒന്നവിടെ ചെടിച്ചട്ടിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് തണ്ട് മേലോട്ട് ഉഷാറില്ല. അതായത് ഇങ്ങനെ വളഞ്ഞ് താഴേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കുത്തു കൊടുക്കണം. അതിന് ഞാൻ അപ്പുറത്തുനിന്നൊരു ഒരു കൊമ്പെടുത്ത് കൊണ്ടുവന്ന് അതിനൊരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കവറുള്ളൊരു കൊള്ളി ഉണ്ടേനും. അപ്പോൾ അതിനൊരു കുത്തു കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്ത് ഞാൻ മേലെ അന്ന് നട്ട എന്താ പറയുക നമ്മളെ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലേ, അത് നമ്മൾ അകത്തലം വെക്കുന്നതാന്ന് തോന്നുന്നു. അപ്പോൾ അതുണ്ട്, ഒന്ന് പറിച്ച് നടാനുണ്ട്. ഇത് എൻ്റെ കറ്റാർ വാഴയാണ്. ഞാൻ അങ്ങ് തണലായെടുക്കേന്ന് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വെച്ചതാണ്. അപ്പോൾ ഇപ്പം കുറച്ചതൊരു ഉഷാറായി വരുന്നുണ്ട് കറ്റാർ വാഴ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് നോക്കുമ്പോൾ പൂച്ചയെല്ലാം മാന്തിയിട്ടല്ല, ഒന്ന് തൊടുമ്പോഴേക്ക് പൊട്ടുന്നതാണല്ലോ, അതെല്ലാം കുറേ പൊട്ടിപ്പോയി. പിന്നെ ഞാൻ ഈ ചെടിച്ചട്ടിയിലേക്കെല്ലാം കുറച്ച് പൂഴിയും കൂടെ കൊണ്ടേ ഇടുന്നുണ്ട്. കാരണം ഈ മണ്ണ് കുറച്ചൊരു ഇത് നനവാകുമ്പോൾ പെട്ടെന്നൊരു കട്ടയാവൂലേ, അപ്പോൾ വെള്ളം അങ്ങോട്ട് അധികം ഇറങ്ങാണ്ട് കട്ടയായി നിൽക്കും. അപ്പോൾ അത് ചെടിക്ക് വളരാൻ കുറച്ചൊരു പ്രയാസമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൂഴിയും കൂടി ഇട്ട് കൊടുത്താൽ വേര് നല്ലോണം ഇറങ്ങും. ഇതൊരു മഞ്ഞ കളറിലുള്ള ഒരു പന്നീരാണ്. അത് ഞാനവിടെ പറിച്ച് നട്ടതേനും അതിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചത്. അത് ഒന്നും കൂടെ പറിച്ച് ചട്ടിയിലേക്ക് വെച്ച്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബോഗൺവില്ല. 3 ചെടിയുണ്ട് അവിടെ കൊണ്ടുപോയി നട്ടിട്ട്. അപ്പോൾ ആടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ തണലാണ്. അതുകൊണ്ട് അവിടെ എന്തായാലും ഈ പൂവ് വിരിയില്ല. ഈ പൂവ് വിരിയണമെങ്കിൽ നല്ല വെയിൽ വേണം, നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടക്കേ ഇതിൻ്റെ ചെടി അങ്ങനെ നന്നായിട്ട് പൂ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. കാണുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അത് 3 വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം വീഡിയോ എടുത്ത് തരുന്നത് അമ്പാടിയാണ്, അതുകൊണ്ട് കാണുന്നില്ല. ആ വീഡിയോൻ്റെ ഒരു ക്ലാരിറ്റി ഊഞ്ഞാലടിക്കൊണ്ട് എന്താ പറയൽ, സ്റ്റാൻഡ് സ്റ്റിക്കെല്ലാം പിടിച്ചിട്ട്, അത് മറ്റേ സ്റ്റിക്കില്ലേ, സെൽഫി സ്റ്റിക്കില്ലേ, അത് പിടിച്ചിട്ടാണ് വീഡിയോയിൽ എടുക്കുന്നത്. പക്ഷേ എങ്കിൽ ഇവനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് തോന്നുന്നല്ലേ. ലാസ്റ്റ് ഞാനത് വാങ്ങിയിട്ട് ഇപ്പം നിൽക്കുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അനങ്ങാണ്ട് കാണുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്നേക്ക് പ്ലാന്റ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് ഇപ്പം നോക്കുമ്പോൾ അതിന് ചെറിയ തൈ വരുന്നുണ്ട്. അപ്പോൾ ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല. അത് ഞാൻ ആ ചട്ടിയിലേക്ക് മാറ്റി നട്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നില്ല ഒരു ഇലച്ചെടി, അതും പക്ഷേങ്കിൽ മാറ്റി നടേണ്ടതേനും. അതും നമ്മളിങ്ങനെ അകത്തെല്ലാം വെക്കുന്നതാണ്. പക്ഷേ എൻ്റെ അടുക്ക ചെടിച്ചട്ടി അത്ര ഇല്ലേനും, 5 ചെടിച്ചട്ടി അങ്ങനെ ഇല്ലേനും. അതുകൊണ്ട് ഇനിയും ചെടിച്ചട്ടി വാങ്ങിയിട്ട് ഇതുപോലെ നിറച്ച് വെക്കണം. അത് സ്റ്റെപ്പിൻ്റെ അടയെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ എല്ലാം നട്ട് ഇത് 5 ചട്ടിയിൽ നട്ടിട്ടുണ്ട്. ആദ്യമുള്ള 2 ചട്ടിയിൽ വേറെ ചെടിയുണ്ട്. അത് തന്നെയാണ് ബോഗൺവില്ലേൻ്റെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം നട്ടിട്ട് ഞാൻ ഒന്ന് നനച്ച് കൊടുക്കലാന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വേറെ വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്താനില്ല. അധികം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലൈഫ് അധികമാവില്ലേ. അപ്പോൾ പിന്നെ കാണുന്ന നിങ്ങൾക്കും ബോറടി ആയിരിക്കും. അപ്പോൾ എൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണേ. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു എനർജിയാണത്. അപ്പോൾ വ്യൂസ് തീരെ ഇല്ലെങ്കിൽ ഇനി നാളെ ഒരു വീഡിയോ ഇടണോ വേണ്ടിയോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ നിങ്ങളെ കമൻസ്, നിങ്ങളെ വ്യൂസ് അതെല്ലാമാണ് നമ്മളെ സപ്പോർട്ട്. അപ്പോൾ എന്തായാലും കമൻസ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ.